തീരമോ തരംഗമോ രാഗസാഗരമോ ആതിരത്തെന്നലോ താരകളോ ഇടയമുരളികയോ. ഹലോ. അപ്പം മോർണിംഗ് ഞാൻ നല്ല ചൂടുള്ള ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചുമ്മാ വീഡിയോ എടുത്തു. അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് കുടിക്കുന്നുണ്ട്. അപ്പം പുറത്ത് നല്ല മഴ മാറിയിട്ടുള്ളൊരു അന്തരീക്ഷമില്ല, അതാണ് കേട്ടോ. അപ്പം നല്ലൊരു പുറത്ത് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല കോൾഡായതുകൊണ്ട് തന്നെ ഈ പനിക്കൂർക്ക, ഞങ്ങളുടെ പനിക്കൂർക്ക എന്നാണ് പറയുന്നത്. അപ്പം അത് അരച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പനിക്കൂർക്ക അരയ്ക്കാനുണ്ട്. അത് ഞങ്ങളുടെ അപ്പുറത്തുള്ളൊരു ചെറിയ കാട്ടിൽ നിറയെ ഉണ്ട്. അപ്പം അത് ഞാനിങ്ങനെ പറിച്ചുകൊണ്ട് വരികയാണ്. നല്ല ഫ്രഷായിട്ടുള്ള പനിക്കൂർക്കളാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് മഴ ചാറി കിടക്കുകയാണ്. എന്നിട്ട് ഞാനതിങ്ങനെ വാടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലിട്ട് വെച്ചിട്ട് ഞാൻ കിച്ചണിൽ കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പം നല്ലതാണ് കേട്ടോ. എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ആണെങ്കിലും ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കൊണ്ടുപോകാറ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ നോക്കുക, നല്ല ചേഞ്ച് ഉണ്ടാവും. എനിക്ക് തൊണ്ടവേദനയ്ക്കൊക്കെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ട് എന്തൊക്കെയോ കസരത്തുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മറ്റേ ഇപ്പോഴത്തെ ഒരു സംഭവമില്ലേ, ഈ സംഭവം അത്. പിന്നെ എൻ്റെ അനിയത്തി മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പൊറോട്ടയും പിന്നെ എന്താണ് കടലക്കറി ആയിരുന്നു. കടലക്കറിയല്ല, ബീഫ് കറി ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ട. പിന്നെ ഗസ് നിങ്ങൾ ഈ സിനിമ ഗസ്റ്റ് ചെയ്യും, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സിനിമയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ടേബിളാണെങ്കിൽ വന്നലമ്പായിരുന്നു കേട്ടോ. അതും എൻ്റെ ടേബിളിലാണ് അയൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബെഡ് അതിനേക്കാളും അലമ്പായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ, ഞാൻ വൈകിട്ട് എണീച്ചത് ഒരു 10-11 മണിയൊക്കെയാണ് ഞാൻ എണീച്ചത്. അപ്പം അതിനുശേഷം ഞാനിവിടെ നോക്കുക എൻ്റെ ടേബിൾ ഒന്ന് ഒതുക്കി പറക്കി വയ്ക്കുകയാണ്. കാരണം ഞാൻ പഠിക്കാൻ വേണ്ടി ഒന്ന് ടേബിളിനെ ഒന്ന് കുട്ടപ്പനാക്കി വയ്ക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം എൻ്റെ ബെഡും ഞാൻ പറഞ്ഞില്ലേ കുറേ ഇങ്ങനെ ന്യൂസ് പേപ്പർ എന്തൊക്കെയോ കിടക്കുന്നത്, എനിക്കറിയാം ഇതൊക്കെ എങ്ങനെ വന്നു ഇവിടെ. അപ്പോൾ അതും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് മാറ്റുന്നില്ല കേട്ടോ, എനിക്ക് വയ്യ മാറ്റാൻ, അതുകൊണ്ട് മാറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള പിങ്ക് ഒരു ടെഡി ബിയർ വെച്ചപ്പോൾ നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി ഗൈസ്. അപ്പോൾ ഞാനത് എനിക്ക് കുറേ നേരം ആസ്വദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കണ്ടോ അങ്ങോട്ടൊക്കെ സൺലൈറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമായിരുന്നു. എന്നിട്ട് പിന്നെ ബാഗിൽ നിന്ന് ഞാൻ എൻ്റെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും അതായത് കർച്ചീഫ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ബാഗിൽ. അതും പിന്നെ ബാഗ് ഒന്ന് ക്ലീൻ ആക്കാൻ വിചാരിച്ചു, എന്തെങ്കിലും പേപ്പറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ ഒന്നുമില്ല, അങ്ങനെയൊക്കെ ആണ്. അതിനുശേഷം നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു 10-11 മണിയായി കാണും ഇപ്പം ടൈം എന്ന് പറയുമ്പം. അതിനുശേഷം ഞാൻ പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ മാത്സിൽ ഹോംവർക്ക് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാറില്ല ടെക്സ്റ്റ്. അപ്പോൾ ഞാൻ ആ പേജൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഞാൻ വളരെ ഒരു യുറേക്ക എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ഞാൻ മാത്സ് ഹോംവർക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം അതാണ് ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ ഹോംവർക്ക്. ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ സബ് ക്വസ്റ്റ്യനായിട്ട് പത്രമുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ കുറേ ടൈം എടുത്ത് അത് ചെയ്ത് തീരാനായിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ എന്താ മാർജിനൊക്കെ വരച്ചിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് എണീച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് നേരത്തെ എണീക്കും. ഞാൻ ലൈൻ ബസ്സിനാണ് പോകുന്നത്. അങ്ങനെ ഞാനിതാ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുറേ എഴുതാനുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ബാക്കി കുറേ പഠിക്കാനുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ കുറേ, എനിക്കിഷ്ടമാണ് മാത്സ് ചെയ്യാനായിട്ട്. മാത്സ് ഇങ്ങനെ ചെയ്തിട്ട് ഒരു ആൻസർ കിട്ടുമ്പോൾ നല്ല സന്തോഷമാണ് എനിക്ക്. എക്സാം ഹോളിൽ ഇരുന്നിട്ടാണെങ്കിലും വീട്ടിലാണെങ്കിലും ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുമ്പോൾ ഭയങ്കര എന്തോ ഒരു വലിയ കാര്യം ചെയ്തൊരു ഫീലാണ്. അങ്ങനെ കുറേ നേരം ഞാൻ എഴുതി ഗൈസ്. അപ്പം ഞാനിങ്ങനെ ക്ലോസപ്പ് വെച്ചിട്ട് ക്ലോസായിട്ട് അതെടുത്താണ് കേട്ടോ. അപ്പം ഗൈസ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാലാണ് എനിക്കൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ നിർത്തും ഈ സംഭവം ചെയ്യൽ, വ്ളോഗ് ചെയ്യൽ. ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ ജസ്റ്റ് സന്തോഷം അത്രേ ഉള്ളൂ എനിക്ക് വ്ളോഗ് ചെയ്യുമ്പം. അപ്പം ഞാനങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ശബ്ദം കഴിഞ്ഞ വീഡിയോയിൽ ഭയങ്കര കോൾഡ് ഇരുന്നിട്ട് ശബ്ദം ഭയങ്കര ശോകമായിരുന്നു. അപ്പം ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ കുറേ കാക്കയും കോഴിയും പൂച്ചയൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ സ്കിൻ കെയർ എന്നും പറഞ്ഞിട്ട് വാരക്കപ്പുറത്തേക്ക് ടെറസിലേക്ക് വന്നിട്ട് സിറം അപ്ലൈയാണ്. ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി സിറാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം റിസൾട്ട് നല്ല ബ്രൈറ്റും ഗ്ലോ ഒക്കെ ആകുന്ന ഒരു സിറാണ്. എൻ്റെ ഫേസിൽ നിറച്ച് പിമ്പിൾസാണ്, ബൾബ് എത്തിയ പോലെ. പക്ഷേ പെട്ടെന്ന് കാണത്തില്ല, തരിതരി പോലത്തെ എന്നുവെച്ചാൽ ആക്നി ഇല്ല, അതുപോലെയാണ്. വലിയ പിമ്പിൾസ് അല്ല, തരി പോലെ അങ്ങനെ ഇരിക്കുന്ന സംഭവങ്ങളാണ് നിറച്ചും. കുറേയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. കുറേ പാടുകളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് അത്ര ഒരു സംഭവം ഫീലായിട്ട് കിട്ടത്തില്ല.
അങ്ങനെ ഞാൻ ആ സിറത്തിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി 2 ഡ്രോപ്പ് വെറുതെ പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് സംഭവം നമ്മുടെ സിറം എന്ന് പറയുന്നത്. അതിനുശേഷം ഞാനിങ്ങനെ ആ സിറം ഞാൻ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും എനിക്ക് ചേരാത്ത ഷെയ്ഡാന്ന് തോന്നുന്നു. വേറെ ഒന്നും കിട്ടില്ല, പെട്ടെന്ന് ചുമ്മാ വീട്ടിലിരിക്കില്ല. അപ്പോൾ ചുമ്മാ ഞാനൊരു കൊതിക്കൊരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടാണ് കേട്ടോ. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നല്ല എന്താ സിറം അപ്ലൈ ചെയ്ത് എൻ്റെ നാക്ക് ഉളുക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ജസ്റ്റ് എടുക്കുന്നതാണ് കേട്ടോ. എനിക്കതിൽ ഇഷ്ടമായിരുന്നില്ല. അതിനുശേഷം നമ്മുടെ വാർക്കപ്പുറത്താണെങ്കിൽ മാവ് ഇല ഉണ്ടായിരുന്നു. അത് നിറയെ താഴേക്ക് വീണിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു. നിറയെ താഴേക്ക് വീണിട്ട് കിടക്കുകയാണ്. ഇതാണ് നമ്മളുടെ ടെറസ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് സ്കൈ അത്ര ക്ലിയർ അല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് 2 എക്ലെയർ ഇട്ടിട്ട് അപ്പോൾ അത് കഴിക്കാം. അങ്ങനെ അതിന് ശേഷം ഞാനാണെങ്കിൽ ഒരു ട്രീറ്റ് വെച്ചോട്ടെ. ഞാനങ്ങനെ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല, എനിക്ക് വിശന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രേപ്പോടെ ജ്യൂസ്, നല്ല ജ്യൂസായിരുന്നു, അത് ഞാൻ കഴിച്ചു ഗൈസ്. പിന്നെ ഉമ്മച്ചി പായസം ഉണ്ടാക്കിയായിരുന്നു വീട്ടിലിട്ടോ. ഞാൻ ഭയങ്കര പായസം ഫാനാണ്, അതുകൊണ്ട് ഞാൻ അതും എടുത്ത് കഴിച്ചുകൊണ്ട് എനിക്ക് ചോറ് കഴിക്കാനുള്ള വിശപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അത്യാവശ്യം കുറേ നേരം പഠിച്ച്, കാരണം ഈവനിങ് ഒരു ഷോപ്പിങ്ങിന് പോകാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈവനിങ് സമയം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈവനിങ് ഞാനൊരു ന്യൂഡിൽസ് കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചില്ല ഗൈസ്, അതാണ് സംഭവം. അപ്പം അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ചുമ്മാ വീട്ടിൽ തന്നെ പുറത്തേക്ക് പോയപ്പം നമ്മൾ ആദ്യം തന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. എന്നിട്ട് എന്തൊക്കെയോ ഫ്രൂട്ട്സ് എടുത്തു കഴിച്ച് ഞാൻ ഓർക്കുന്നത് ജസ്റ്റ് വീഡിയോ എടുക്കാറുന്നെല്ലാം. അപ്പം അവരെന്തൊക്കെയോ മുച്ചിയൊക്കെ എന്തൊക്കെയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, സിസ്റ്റേഴ്സൊക്കെ. അപ്പം ഞാൻ ഓർക്കുന്നില്ല എന്തൊക്കെയോ. പിന്നെ ഇത് നമ്മളെടുത്തായിരുന്നു കേട്ടോ, മേഴ്സലിൻ്റെ 4 എന്തോ ഇതെടുത്തായിരുന്നു ഞാൻ, എടുത്തായിരുന്നു. പിന്നെ ടോയ്സിൻ്റെ സെക്ഷൻ, ബാഗ് അങ്ങനെയൊക്കെയുള്ള അവിടെ പോയായിരുന്നു കേട്ടോ. ഞാൻ എന്തോ പെന്നൊക്കെ എടുത്തു. അവരാണെങ്കിൽ എന്തൊക്കെയോ ടോയ്സൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ടോയ്സും എന്നിട്ട് പിന്നെ അവരെന്തൊക്കെയോ ടോയ്സ് ക്യൂട്ടായിട്ടുള്ള എന്തൊക്കെയോ നോക്കിയിട്ട് പോകുന്നുണ്ട്, എന്തൊക്കെയോ വാങ്ങിച്ചു കേട്ടോ. ഞാൻ ഓർക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാൻ വീഡിയോ എടുത്തിങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ അവളുമാരെന്തൊക്കെയോ എൽസാന്ന് തോന്നുന്നു, കേരളത്തില കേട്ടോ. അങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ കുറേ പാവക്കുട്ടികൾ, സോഫ്റ്റ് ടോയ്സ് അതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ അങ്ങനെ അലഞ്ഞിട്ടാണ്. അവരൊക്കെ എന്തൊക്കെയോ വാങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കങ്ങനെ വാങ്ങാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇതുണ്ട് കുറേ ഫ്ലവർ, നല്ല ക്യൂട്ടുള്ള ഗൈസ്, നല്ല ഫ്ലോറൽ, കണ്ണൊക്കെ ഇങ്ങനെ ഒരു കുളിർമയാണ് ഇത് കാണുമ്പോൾ, നല്ല രസമാണ്. അങ്ങനെ ഒറിജിനലിനെ വെല്ലുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. ഈ പാസ്റ്റ് വാങ്ങിച്ചായിരുന്നു, പിന്നെ ഈ ചോക്കോസ് വാങ്ങിച്ചായിരുന്നു, കാരണം അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ് കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ഉണ്ടായിരുന്നു കുറേ ബലൂൺസ് മുകളിൽ. ഇത് നമ്മൾ നാടൻ ചിപ്സില്ല, അതും എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തോ ബൈ 1 get 1 അങ്ങനെ ഓഫർ ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഫ്രൂട്ട്സിൻ്റെ അവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെയോ ചെയ്തു, എനിക്കറിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചത് ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേക്ക് ഷോപ്പിൽ പോയി. ഇത് അവിൽ മിൽക്കാണോ ഷേക്കാണോ എന്താ എനിക്കറിയില്ല, പിസ്തയുടെ ഫ്ലേവറാണ്, അതെനിക്കറിയാം. പിന്നെ നമ്മൾ തിരിച്ച് പോരുമ്പോൾ സിറ്റിയിലാണെങ്കിൽ ഇങ്ങനെ കുറേ പടക്കമാണോ കാലത്തിൻ്റെ പേരുന്നു ആ സമയം പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ നല്ല വൈകി, അതുകൊണ്ട് നമ്മൾ ഈ ബ്രോസ്റ്റഡ് KFC എനിക്കറിയത്തില്ല, അത് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. എന്നിട്ട് അത് കഴിക്കുകയാണ്. അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലവ് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.